നമസ്കാരം. ഇന്ത്യയെ മെരുക്കാൻ പ്രയാസമാണ്. ഇത് വെറും വാചകം മാത്രമായി തള്ളിക്കളയാൻ സാധിക്കില്ല. മറിച്ച് തിരിച്ചറിവിന്റെ ഭാഗമായി US വ്യാപാര പ്രതിനിധി ജാമീസൺ ഗീറിന്റെ വാക്കുകളാണ്. കാരണം ഇന്ത്യയെ നന്നായി മനസ്സിലാക്കിയതിന്റെ ഫലമായി എത്തിയ പ്രതികരണം കൂടിയാണിത്. ഇന്ത്യ എന്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അമേരിക്കയുടെ അമരത്തിരിക്കുന്ന സാക്ഷാൽ ട്രംപ് പോലും നിലപാട് മാറ്റിയത്. പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള കുടിയേറ്റത്തിനെതിരെ അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനായ മൈക്കൽ സേവേജ് നടത്തിയ വിവാദ പരാമർശം ട്രംപ് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ നരകതുല്യമായ സ്ഥലങ്ങൾ എന്നാണ് സേവേജ് അധിക്ഷേപിച്ചത്. അതേസമയം ട്രംപിന്റെ അധിക്ഷേപങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ത്യയിൽ ഉയർന്നത്. പ്രതിപക്ഷ കക്ഷികൾ ട്രംപിനെതിരെ രംഗത്തെത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ നരകതുല്യമായ സ്ഥലം എന്ന് വിശേഷിപ്പിച്ചത് അപമാനകരവും ഇന്ത്യ വിരുദ്ധവുമാണ്. ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും വികാരത്തെ വ്രണപ്പെടുത്തുന്നു. ഈ പരാമർശങ്ങൾ അനുചിതവും അപകീർത്തികരവും യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതുമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമായി വിമർശിച്ചിരുന്നു. കാലിഫോർണിയയിലെ സാങ്കേതിക മേഖലയിലെ ജോലികളിൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ളവർ ആധിപത്യം പുലർത്തുന്നുവെന്നും അതിനാൽ മറ്റുള്ളവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുവെന്നും ജനനത്തിലൂടെയുള്ള പൗരത്വം സംബന്ധിച്ച കാര്യങ്ങൾ കോടതികളോ അഭിഭാഷകരോ അല്ല തീരുമാനിക്കേണ്ടതെന്നും മറിച്ച് ഒരു ദേശീയ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കണമെന്നുള്ള സാവേജിന്റെ നിലപാടുകളാണ് ഈ ട്രാൻസ്ക്രിപ്റ്റിലുള്ളത്. അതായത് ഈ വിവാദങ്ങൾക്ക് ഒടുവിലാണ് ട്രംപ് തന്റെ നിലപാട് മാറ്റിയത്. ഇന്ത്യയെ പുകഴ്ത്തിയിരിക്കുന്നതും അതായത് നേരത്തെ വിമർശിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ പുകഴ്ത്തലുമായാണ് രംഗത്തെത്തിയത്. ഇന്ത്യ മികച്ച രാജ്യമാണെന്നും അവിടുത്തെ പ്രധാനമന്ത്രി തന്റെ നല്ല സുഹൃത്താണ് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. US വക്താവ് ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു. വിവാദ പരാമർശത്തിന് പിന്നാലെ ട്രംപിനെതിരെ പ്രതിഷേധം പുകയുന്നതിനിടെയാണ് ഈ പ്രതികരണം എത്തിയത്. എന്തായാലും ട്രംപ് കണക്ക് കൂട്ടുന്നിടത്ത് നിന്നില്ല കാര്യങ്ങൾ എന്നതിലാണ് നിലപാട് മാറ്റത്തിലൂടെ വ്യക്തമായത്. മോദിയെയും ഇന്ത്യയെയും പുകഴ്ത്തുകയും ചെയ്തത് അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചയുടെ അവസാനമാണ് ഗീർ ഇപ്രകാരം വ്യക്തമാക്കിയത്. ഇന്ത്യയെ മെരുക്കാൻ പ്രയാസമാണ്. വാണിജ്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ദർപ്പൺ ജെയിന്റെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘവുമായിട്ടായിരുന്നു ചർച്ച. ഇന്ത്യയെ മെരുക്കുക പ്രയാസമാണെന്നും വർഷങ്ങളായി അവർ തങ്ങളുടെ കാർഷിക വിപണികളെ സംരക്ഷിച്ചു നിർത്തുകയാണ് എന്നാണ് ഗീർ വ്യക്തമാക്കിയത്. എന്തായാലും US കോൺസുലർ വേസിന്റെ ആൻഡ് മീൽസ് കമ്മിറ്റിയോടാണ് ഇക്കാര്യം പറഞ്ഞതും. ഫെബ്രുവരി 2-നാണ് ഇന്ത്യയും US-ഉം ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ കരട് പ്രഖ്യാപിച്ചത്. കാലിത്തീറ്റയായി ഉപയോഗിക്കുന്ന DDG, സോയാബീൻ മീൽ, എത്തനോൾ എന്നിവയുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാതാക്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ജാമീസൺ ഗ്രീൻ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും DDG പോലുള്ള ചില മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കും യോജിപ്പിലെത്താൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 2-നാണ് ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ചട്ടക്കൂട് പ്രഖ്യാപിച്ചത്. 2030-ഓടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $500 ബില്യൺ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചർച്ചകൾ പുരോഗമിക്കുന്നത്.